കൊച്ചിയിൽ കഞ്ചാവുമായി പിടിയിലാകുന്ന 2 സിനിമാ സംവിധായകരുടെ വാർത്ത കൂടിയാണ് ഇന്നലെ രാത്രിയോടുകൂടി അല്ലെങ്കിൽ ഇന്ന് പുലർച്ചയോടുകൂടി എത്തുന്നത്. ഇവർക്കെതിരെ നടപടിയുമായി ഫെഫ്ക ഉടൻ തന്നെ രംഗത്തെത്തുന്നുണ്ട്. സംവിധായകനായ ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ എന്നീ ഡയറക്ടേഴ്സിനെയാണ് യൂണിയനിൽ നിന്നും സസ്പെൻഡ് ചെയ്യാൻ ഫെഫ്ക നിർദ്ദേശം നൽകിയത്. ഫ്ലാറ്റ് ഉടമയായ സംവിധായകൻ സമീർ താഹിറിനെ എക്സൈസ് ചോദ്യം ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം. ആദ്യം റിപ്പോർട്ടൊന്ന് കാണാം. പുലർച്ചെ 2 മണിയോടെ കൊച്ചി ഗോശ്രീ പാലത്തിന് സമീപത്തുള്ള ഫ്ളാറ്റിൽ നിന്നുമാണ് സംവിധായകരായ ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ എന്നിവരെ ഹൈബ്രിഡ് കഞ്ചാവുമായി എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. സുഹൃത്തായ ഷാലിദ് മുഹമ്മദിനെയും ഇവർക്കൊപ്പം അറസ്റ്റ് ചെയ്തു. രഹസ്യ വിവരത്തെ തുടർന്ന് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ 1.632 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവും കണ്ടെത്തി. അറസ്റ്റിലായ 3 പേരെയും ജാമ്യത്തിൽ വിട്ടെങ്കിലും കഞ്ചാവ് എത്തിക്കുന്ന ഇടനിലക്കാരെക്കുറിച്ചും കഞ്ചാവിൻ്റെ ഉറവിടത്തെക്കുറിച്ചും വിശദമായ അന്വേഷണം തുടരുമെന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ TM മജു പറഞ്ഞു. പിടിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് തന്നെ 1.632 ഗ്രാം ഹൈബ്രിഡ് ഗഞ്ചായും പിന്നെ അത് ഉപയോഗിക്കാനുള്ള ബോങ്, ക്രഷ് ചെയ്യാനുള്ള മെഷീൻ, ഇതടക്കമാണ് അവരെ നമ്മൾ പിടിച്ചത്. ഇത് ഹൈബ്രിഡ് ഗഞ്ചാവിൻ്റെ സോഴ്സ് നമ്മൾ എവിടെയാണെന്നുള്ളത് നമ്മൾ കണ്ടെത്തുന്നത്. അതിനുള്ള ലീഡ് നമുക്ക് അതിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. തുടർന്നുള്ള അന്വേഷണത്തിൽ നമ്മളവരെ കണ്ടെത്തുന്നതാണ്. ഛായാഗ്രാഹകനും സംവിധായകനുമായ സമീർ താഹിറിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്ളാറ്റിൽ നിന്നുമാണ് 3 പേരും പിടിയിലായത്. ഇവിടെ നിന്നും കഞ്ചാവ് പൊടിക്കുന്നതിനുള്ള ഉപകരണങ്ങളും കണ്ടെത്തി. സമീർ താഹിറിനെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലാണ് എക്സൈസ് സംഘം. 2 പ്രമുഖ സംവിധായകർ കഞ്ചാവുമായി പിടിയിലായതോടെ ഫെഫ്കയും കർശന നടപടി സ്വീകരിച്ചു. ഇരുവരെയും ഫെഫ്കയുടെ ഡയറക്ടേഴ്സ് യൂണിയനിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. അടിയന്തരമായി ഓൺലൈനായി ചേർന്ന എക്സിക്യൂട്ടീവ് യോഗമാണ് തീരുമാനമെടുത്തത്. കൈരളി ന്യൂസ്, കൊച്ചി. തീർച്ചയായും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ഉമേഷ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ഉമേഷ്, ഈ വളരെ പ്രമുഖമായ സിനിമകളുടെ സംവിധായകരാണ് പിടിയിലായത്. ഇവരുടെ പക്കൽ നിന്നും കഞ്ചാവ് കണ്ടെത്തുന്നു. മാതൃകയാകേണ്ട ഇവർ കഞ്ചാവ് ഉപയോഗിക്കുന്നു. മാത്രമല്ല, ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഈ നിരോധിത മയക്കുമരുന്നുകളുടെ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം വലിയ വാർത്തയാകുന്നു. നാളെ ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും ഒക്കെ നാളെ ചോദ്യം ചെയ്യാനിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ളൊരു പശ്ചാത്തലമുണ്ട്. അപ്പോഴാണ് 2 സംവിധായകർ കൂടി പിടിയിലാകുന്നത്. അവരെ കൃത്യമായി ഫെഫ്ക ഒഴിവാക്കുകയും ചെയ്യുന്നു. എന്തൊക്കെയാണ് ഇതുവരെയുള്ള വിവരങ്ങൾ? അജിംഷാദ്, ഇതൊരു സംവിധായകൻ്റെ വീട്ടിൽ നിന്നാണ് ഈ കഞ്ചാവ് പിടികൂടിയത് എന്നുള്ളതാണ്. അതും മറ്റ് 2 സംവിധായകർ ആ വീട്ടിൽ ഉണ്ടായിരുന്ന സമയത്ത് അവരുടെ പൂർണ്ണമായും സിനിമാ മേഖല തന്നെയാണ്. ഈ പ്രമുഖരായ 2 സംവിധായകരായ ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ, ഒപ്പം ഇവരുടെ ഒരു സുഹൃത്ത്. അതെ, ഈ 3 സംവിധായകർ, ഇതിൽ അവരുടെ പേരുകൾ വരികയാണ്. അതിൽ 2 പേർ കുറ്റക്കാരാണ്, അല്ലെങ്കിൽ എക്സൈസിന് അത് ബോധ്യപ്പെടുകയാണ്. കാരണം അവരുടെ കയ്യിൽ നിന്നാണ് ഈ കഞ്ചാവ് പിടികൂടിയത്. ആ കഞ്ചാവ് പിടികൂടിയ ഈ സംവിധായകരെ കണ്ടെത്തിയ ഫ്ലാറ്റിൻ്റെ ഉടമ മറ്റൊരു സംവിധായകനാണ്, അത് സമീർ താഹിർ. അങ്ങനെ 3 പേർ. പക്ഷേ ഇപ്പോൾ ഈ കഞ്ചാവുമായി പിടിയിലായ 2 സംവിധായകർക്കൊപ്പം മറ്റൊരു ഷാലിഫ് മുഹമ്മദ് എന്നയാളെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 3 പേരെയാണ് ഇന്ന് ഈ ഹൈബ്രിഡ് കഞ്ചാവുമായി എക്സൈസ് പിടികൂടുകയും അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തത്. 1.6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത്. അത് സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന കുറ്റമായതുകൊണ്ട് തന്നെ അവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. പക്ഷേ ഇതിൽ ഗൗരവമായി കാണുന്നത് ആരാണ് ഇവർക്കൊക്കെ ഈ ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചു കൊടുക്കുന്നത്? ഈ സിനിമാ മേഖലയിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ആരാണ് ഇങ്ങനെ ഇവർക്ക് കഞ്ചാവ് എത്തിക്കുന്നത്? ആരാണ് ഇതിൻ്റെ ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ സമീർ താഹിറിൻ്റെ ഫ്ളാറ്റിൽ വെച്ച് ഇത്തരം പ്രവൃത്തികൾ നടക്കുന്നത്? മാത്രമല്ല, ഫ്ളാറ്റിൽ വെച്ച് ഈ കഞ്ചാവ് പൊടിക്കുന്ന മെഷീൻ വരെ കണ്ടെത്തി എന്നുള്ളതാണ് എക്സൈസ് ഡിസ്ട്രിക്ട് കമ്മീഷണർ നമ്മളോടടക്കം പ്രതികരിച്ചത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരാണ് എന്നുള്ളത് വളരെ ഗൗരവമായി തന്നെയാണ് എക്സൈസ് അന്വേഷിക്കുന്നത്. ഇതിൽ കർശന നടപടി എന്നുള്ള നിലയിൽ 3 പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ തുടർന്നും വിശദമായ അന്വേഷണം നടക്കും. ഈ ഹൈബ്രിഡ് കഞ്ചാവ് ഇവർക്ക് എത്തിച്ചു നൽകുന്നത് ആരാണ് എന്നയാളെ കണ്ടെത്താനായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അവരെ കണ്ടെത്തുക തന്നെ ചെയ്യും. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് ഈ കൊച്ചി ഗോശ്രീ പാലത്തിൻ്റെ സമീപമുള്ള ഈ ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവുമായി ഈ 3 പേരെ പിടികൂടുന്നത്. ഇത് സമീർ താഹിറിൻ്റെ ഉടമസ്ഥയിലുള്ള ഫ്ളാറ്റാണ് എന്നുള്ളതുകൊണ്ട് സമീർ താഹിറിന് എക്സൈസ് നോട്ടീസ് അയക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ സമീർ താഹിറിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും എന്നുള്ളത് തന്നെയാണ് എക്സൈസിൻ്റെ തീരുമാനം. അജിംഷാദ്, തീർച്ചയായും ഇപ്പോൾ സാധാരണഗതിയിൽ കേൾക്കുമ്പോൾ ഈ 1.5 ഗ്രാം മാത്രമാണല്ലോ ഉണ്ടായിരുന്നത്. അത് ഒരുപക്ഷെ 1-2 പഫിനുള്ളതേ ഉള്ളൂ. അത് സ്വാഭാവികമായും സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്നതാണ്. പക്ഷേ ഇത് ഈ ഹൈബ്രിഡ് കഞ്ചാവാണ്. ഇതിൽ ഈ THCയും CBDയും 2 ഘടകങ്ങളുണ്ട്. 2 തരമാണ്. ഒന്ന് മരുന്നുകൾക്ക് ഉപയോഗിക്കുന്ന രീതിയും മറ്റൊന്ന് റിക്രിയേഷൻ ആവശ്യങ്ങൾക്കും പർപ്പസുകൾക്കൊക്കെ ഉപയോഗിക്കുന്ന രീതിയും. അപ്പോൾ ഇത്
ഒരു കണ്ടൻറ്റ് കുറവുള്ളതാണ് സാധാരണഗതിയിലുള്ള കഞ്ചാവുകൾ. പക്ഷേ ഹൈബ്രിഡിൽ ഈ 2 കണ്ടൻറ്റും വലിയ അളവിലുള്ളതാണ്. അതായത് ചെറിയ അളവിൽ വലിച്ചാൽ പോലും വലിയ ലഹരി ഉണ്ടാകുന്ന വലിയ അപകടമുള്ള മാരകമായ ഒന്നാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ്. അങ്ങനെയുള്ള ഒരു ഇനമാണത്. അപ്പോൾ ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ പറയുന്നതാണ്, ഇതിൻ്റെ ആധികാരികമായി എത്ര കണ്ട് ശരിയാണെന്നൊക്കെ അറിയേണ്ടതുണ്ട് എങ്കിൽ പോലും. അപ്പോൾ ഈ കഞ്ചാവ് 1.5 ഗ്രാം എന്നുള്ളത് സാങ്കേതിക അർത്ഥത്തിൽ നിയമത്തിന് മുമ്പിൽ കഞ്ചാവ് എന്ന നിലയിൽ അതിന് ജാമ്യം കിട്ടിയിരിക്കാം. പക്ഷേ അതിൻ്റെ അപകടം മറ്റ് രാസലഹരികൾ ഉപയോഗിക്കുന്നത് പോലെയുള്ള അപകടമുണ്ടാക്കുന്ന കാനബിസ് വിഭാഗത്തിലാണിത് പെടുന്നത് എന്നതൊക്കെയുണ്ട്. പക്ഷേ ഇതൊന്നും പരിശോധിക്കാൻ നമ്മുടെ നിയമ സംവിധാനങ്ങളിൽ അത്ര കണ്ട് അപ്ഡേറ്റഡായി വരുന്നതേ ഉള്ളൂ ആ വിഷയങ്ങളിലൊക്കെ. അങ്ങനെ ഒരു വശമുണ്ട്. അതുകൊണ്ട് ഈ ഹൈബ്രിഡ് എവിടെ നിന്നാണ് വന്നത് എന്ന് കണ്ടെത്തേണ്ടതുണ്ട്, സോഴ്സ് അല്ലേ ഉമേഷ്? അതെ അജിം, അതെ അജിം ഷാദ്, ഇത് 1.5 ഗ്രാം എന്നുള്ളത് കുറച്ച് കാണാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ കിലോ കണക്കിന് ഈ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി. അതിൻ്റെ വിലയൊക്കെ അവർ പറയുകയുണ്ടായി. അതിൽ നിന്ന് തന്നെ നമുക്ക് ഇത് എത്രത്തോളം മാരകമാണ് ഈ ലഹരി എന്നുള്ളത് ബോധ്യമാവും. 1 കിലോ ഹൈബ്രിഡ് കഞ്ചാവിന് 1 കോടി രൂപയാണ് വില. കഴിഞ്ഞ ദിവസം 5.5 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് പിടികൂടിയിരുന്നു. അത്രയും മൂല്യമുള്ള വലിയ വിലമതിക്കുന്ന ഒരു ലഹരി കൂടിയാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ 1.5 ഗ്രാം എന്ന് പറഞ്ഞാൽ അത് ലക്ഷങ്ങളുടെ വില വരും എന്നുള്ളത് തന്നെയാണ്. നല്ല വിലയുള്ളതാണ്. ഈ 100 ഗ്രാമിനൊക്കെ ഏതാണ്ട് ലക്ഷക്കണക്കിന് രൂപ വില വരുന്നുണ്ട്. ഇതിനും 10,000 കണക്കിന് രൂപ ഇപ്പോൾ ഇവർ കൈവശം വെച്ച ആ കഞ്ചാവിനും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് തീരെ കുറച്ച് കാണുന്നില്ല. ഇത് തായ്ലൻഡ് പോലെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ഇത് എത്തിക്കുന്നത് എന്നുള്ളത് നേരത്തെയുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് വലിയൊരു നെറ്റ്വർക്കാണ്. ഇതിൻ്റെ കണ്ണികളായി പ്രവർത്തിച്ചത് ആരൊക്കെയെന്ന് കണ്ടെത്തണം. ഈ സിനിമാ മേഖലയിലുള്ള ഈ സംവിധായകർക്കൊക്കെ ഇത് എത്തിച്ചു നൽകാൻ പ്രത്യേക ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ അന്വേഷിക്കേണ്ടതാണ്. അത് ആ വിശദമായ അന്വേഷണത്തിലേക്ക് തന്നെ എക്സൈസ് കടക്കും എന്നുള്ളത് തന്നെയാണ് എക്സൈസ് ഡിസ്ട്രിക്ട് കമ്മീഷണർ അടക്കം വ്യക്തമാക്കിയിരിക്കുന്നതും അതുതന്നെയാണ് അജിംഷാദ്. തീർച്ചയായും. കാരണം ഇത് ഈ സാധാരണഗതിയിൽ സിനിമാ മേഖലയിലുള്ള ഒരാളല്ല, വളരെ പ്രമുഖമായ സിനിമയെടുത്ത് വർഷങ്ങളോളം സിനിമാ ഫീൽഡിൽ നിൽക്കുന്ന നിലയുറപ്പിച്ചിട്ടുള്ള പ്രസിദ്ധരായ സംവിധായകരാണ് ഈ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും അല്ലേ? തീർച്ചയായും അവർ പ്രമുഖമായ സിനിമകളുടെയൊക്കെ സംവിധായകരാണ് ഇവരൊക്കെ. ആലപ്പുഴ ജിംഖാന, തല്ലുമാല അടക്കമുള്ള സിനിമകൾ സംവിധാനം ചെയ്തവരാണിവർ. അതുകൊണ്ട് തന്നെ ഈ സിനിമാ സർക്കിളിൽ ഏറെ അറിയപ്പെടുന്നവരാണ്. ഇങ്ങനെ ഈ 2 പേർ ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടു എന്ന് ബോധ്യമായ ഉടനെ തന്നെ അവർ പ്രതിനിധീകരിക്കുന്ന സംഘടന അവർക്കെതിരെ ശക്തമായ നടപടി ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയനിൽ അംഗങ്ങളാണ് ഈ 2 പേരും. ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ ഇന്ന് രാവിലെ തന്നെ ഫെഫ്കയുടെ ഡയറക്ടേഴ്സ് യൂണിയൻ ഓൺലൈനിൽ അവരുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേർന്നു. ആ യോഗത്തിൽ ഈ അറസ്റ്റിലായ ഈ 2 പേർക്കെതിരെയും നടപടിയെടുക്കാൻ അവർ തീരുമാനിച്ചു. അങ്ങനെയാണ് 2 പേരെയും സസ്പെൻഡ് ചെയ്തുകൊണ്ട് അവർ ഇപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. ഇനിയും ഇത്തരത്തിൽ ഉള്ള നടപടികൾ പ്രതീക്ഷിക്കാമെന്നാണ് ഫെഫ്ക പറയുന്നത്. കാരണം ഈ സിനിമാ മേഖലയിലെ ലഹരിക്കെതിരെ ശക്തമായ പോരാട്ടം തുടങ്ങാൻ ഫെഫ്ക നേരത്തെ തന്നെ തീരുമാനമെടുത്തതാണ്. ഈ സെറ്റിലൊക്കെ പരിശോധന നടത്തുകയാണെങ്കിൽ അതിന് പൂർണ്ണ സഹകരണം അവർ പറഞ്ഞിട്ടുണ്ട്. ഫെഫ്കയുടേതായ സംവിധാനം, ഈ ലഹരിക്കെതിരെ പോരാടുന്നൊരു സംവിധാനം ഈ സെറ്റുകളിലൊക്കെ ഉണ്ടാക്കും എന്നതടക്കം ഉള്ള കാര്യങ്ങൾ ഫെഫ്ക തീരുമാനിച്ചിരുന്നതാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഞെട്ടിച്ചുകൊണ്ട് ഇങ്ങനെ 2 സംവിധായകരിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ വാർത്ത പുറത്തു വന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഫെഫ്ക ഇതിൽ നടപടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അജിംഷ, മാത്രമല്ല ഇന്ന് പകൽ എക്സൈസിൻ്റെ കമ്മീഷണറും നമ്മളോട് സംസാരിച്ചത് അങ്ങനെയാണ്. സിനിമാ മേഖലയിൽ നിന്ന് വ്യാപകമായി പരാതിയോടൊപ്പം പിന്തുണയും ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഈ സിനിമാ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മയക്കുമരുന്ന്, അതിൻ്റെ പ്രചരണം, അത് ഉപയോഗിക്കുന്ന നടന്മാർ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന സംവിധായകരൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ അത് പിടികൂടാൻ വേണ്ട എല്ലാ സഹായവും പിന്തുണയും സിനിമാ സംഘടനകളുടെ ഭാഗത്തുനിന്നുണ്ട് എന്ന് അദ്ദേഹം നമ്മളോട് സ്ഥിരീകരിച്ചു കൈരളി ന്യൂസിനോട്. ഉമേഷ്, അതെ, എക്സൈസിൻ്റെ ഡിസ്ട്രിക്ട് കമ്മീഷണർ തന്നെ അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. നേരത്തെയും സിനിമാ സംഘടനകൾ അത് അവരുടെ ഈ സഹകരണം നേരത്തെ എക്സൈസിനെയൊക്കെ അറിയിച്ചതാണ്. സെറ്റുകളിൽ അങ്ങനെ ഒരു പരിശോധന നടത്തണം എന്നുണ്ടെങ്കിൽ അവർക്ക് വന്ന് പരിശോധന നടത്താം, അതിന് സംഘടനകൾ പൂർണ്ണമായും സഹകരിക്കുമെന്ന് ഫെഫ്കയും പറഞ്ഞതാണ്. നേരത്തെ താരസംഘടനയായ അമ്മയും അക്കാര്യം അത്തരത്തിൽ സഹകരണം ഉറപ്പ് പറഞ്ഞിട്ടുള്ളതാണ്.
നേരത്തെ ഈ വിൻസി അലോഷ്യസിൻ്റെ പരാതിയൊക്കെ വന്ന ഘട്ടത്തിലൊക്കെ അമ്മ ഈ വിഷയത്തിൽ നിലപാടെടുത്തിരുന്നു. ലഹരിക്കെതിരെ പോരാട്ടം അമ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും, അത്തരത്തിൽ ആരെങ്കിലും അവരുടെ അംഗങ്ങൾ അതിൽ ഉൾപ്പെട്ടാൽ അവരെ ഒറ്റപ്പെടുത്തുന്ന നിലപാട് കൈക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും എന്ന നിലപാടാണ് പൊതുവെ സിനിമാ സംഘടനകൾ കൈക്കൊണ്ടിട്ടുള്ളത്. എക്സൈസും ഇതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ എക്സൈസും ഉദ്ദേശിച്ചിട്ടില്ല. എവിടെ നിന്നാണോ പരാതി വരുന്നത് ആ ഇടത്ത് ചെന്ന് പരിശോധിക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ ഒരു സിനിമാ സെറ്റിനകത്ത് നിന്നാണ് അങ്ങനെ ഒരു പരാതി വരുന്നതെങ്കിൽ അവിടെ ചെന്ന് പരിശോധന നടത്തുക എന്നുള്ളതാണ് തീരുമാനം. അങ്ങനെ പരിശോധന നടത്തിയാൽ ഒരു തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല അതിനോട് പൂർണ്ണമായി സഹകരിക്കും എന്ന് സിനിമാ സംഘടനകൾ തങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ന് എക്സൈസ് കമ്മീഷണറും ഇന്ന് പറയുകയുണ്ടായി. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഇത്തരം പരാതികൾ ലഭിച്ചാൽ ഈ സിനിമാ സെറ്റുകളിലടക്കം ആവശ്യമെങ്കിൽ പരിശോധന എന്നുള്ള നിലയിലേക്ക് തന്നെയാണ് എക്സൈസ് പോകുന്നത്. ശരി ഉമേഷാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.